നിത്യനായ ദൈവത്തിന്റെ ഉന്നതവും പരിശുദ്ധവുമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ യേശു കർത്താവിന്റെ സവിധത്തിലേക്ക് വീണ്ടും ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വചന പഠനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രവാചകന്മാരെ കുറിച്ചുള്ളതായ പഠനത്തിലാണ് ഈ ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ കൂടിയുള്ളതായ ഒരു വ്യക്തിനോട്ടം പ്രാരംഭത്തിൽ നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ 16 പ്രവാചകന്മാർ, 12 ചെറിയ പ്രവാചകന്മാരും 4 വലിയ പ്രവാചകന്മാരും, 16 പ്രവാചകന്മാർ എഴുതിയ 17 പ്രവചന ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ളതായ പഠനത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അതിൽ ആദ്യത്തെ പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. യെശയ്യാവിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. യെശയ്യാവിനെ കുറിച്ചുള്ളതായ ആമുഖം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയും ചെയ്തു. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരുന്നത് യഹൂദായോടുള്ള ബന്ധത്തിൽ, യഹൂദ രാജ്യത്തോടും യെരുശലേമിനോടുമുള്ളതായ ബന്ധത്തിൽ പ്രവാസത്തിന് മുൻപാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. മാത്രവുമല്ല, യെശയ്യാവിന്റെ ജനനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. യെശയ്യാവ് യഹൂദ രാജാവായിരുന്നതായിട്ടുള്ളതായ 8ാമത്തെ രാജാവായിരുന്നതായിട്ടുള്ള യോവാശിന്റെ ഇളയ പുത്രനായ ആമോസിന്റെ മകനാണ് യെശയ്യാവ്. അതുകൊണ്ട് തന്നെ താൻ ഒരു രാജകുടുംബത്തിൽ പിറന്നതായിട്ടുള്ള ഒരു വ്യക്തിയും ഉന്നത വിദ്യാഭ്യാസമുള്ളതായ വ്യക്തിത്വം, നല്ല ഭാഷാ പരിജ്ഞാനമുള്ളതായ വ്യക്തി, അതോടൊപ്പം തന്നെ നല്ല ഒരു സാഹിത്യകാരനും ഒരു ചരിത്രകാരനും കൂടെ ആയിരുന്നു യെശയ്യാവ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. യെശയ്യാവിന് കുടുംബജീവിതം, ഭാര്യ ഉണ്ടായിരുന്നു. തന്റെ ഭാര്യ ഒരു പ്രവാചകിയായിരുന്നു. തനിക്ക് 2 മക്കളുണ്ടായിരുന്നു. ആ മക്കളുടെ പേരും അവരുടെ അർത്ഥവും നമ്മൾ കണ്ടു. അതും പ്രവചനാത്മകമായിട്ടുള്ളതായ പേരുകളും അർത്ഥവുമാണ് അവരുടെ പേരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആകെ നമ്മൾ നോക്കുമ്പോൾ ആ കുടുംബം, പ്രവാചകനായ യെശയ്യാവ്, പ്രവാചകിയായ യെശയ്യാവിന്റെ ഭാര്യ, പ്രവചനാത്മകമായ പേരുകളുള്ളതായ 2 മക്കൾ, അങ്ങനെ കുടുംബമായിട്ട് തന്നെ ദൈവിക ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെടുന്നതായ നിലയിലുള്ളതായ ഒരു കുടുംബമായിരുന്നു യെശയ്യാവിന്റെ കുടുംബം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. യെശയ്യാവിന്റെ പ്രവചനം എന്തിനെ കുറിച്ചായിരുന്നു എന്നുള്ളതും നമ്മൾ പ്രത്യേകമായിട്ട് നോക്കിയല്ലോ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടി മുതല് നിത്യത വരെയുള്ളതായ പ്രവചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ളതെന്ന് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല, യെശയ്യാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടതായ ഒരു വ്യക്തിയായിരുന്നു യെശയ്യാവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ തേജസ് താൻ കണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് തുടർന്നുള്ളതായ അധ്യായങ്ങൾ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തുവിന്റെ ഇഹലോക പാരമ്പര്യം, പരിശുദ്ധാത്മാവിൽ പൂർണ്ണനായ യേശുക്രിസ്തു, ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണ്, ക്രിസ്തുവിന്റെ ഭക്ഷണം എന്താണ്, ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്താണ്, ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, ക്രിസ്തു രാജാവായി വാഴുവാൻ പോകുന്ന 1000 വർഷത്തെക്കുറിച്ച്, സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച്, തുടർന്ന് സംഭവിക്കുന്നതായിട്ടുള്ള നിത്യത ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വളരെ വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഇനി അല്പകാര്യങ്ങൾ കൂടെയാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നത് പോലെ വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ളതായ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പ്രവചന പുസ്തകത്തിൽ മുതിരുന്നത്. പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ഒരു സംക്ഷിപ്തം മനസ്സിലാക്കി പോവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാനമായിട്ടുള്ളതായ കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഇതിനകത്ത് ചിന്തിക്കുവാനായിട്ട് ഉള്ളതും എന്നുകൂടെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ നോക്കുവാനായിട്ടുള്ളത് യെശയ്യാ പ്രവചന പുസ്തകത്തിന്റെ ഡിവിഷൻസ്
എങ്ങനെയാണ് എന്നുകൂടെ നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ പ്രാരംഭത്തിൽ നമ്മൾ കണ്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നതായ പ്രവചനം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് യേശുക്രിസ്തുവിന്റെ തേജസ് എപ്രകാരമാണ് താനായി കണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനിയും ഈ പുസ്തകത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നമ്മൾ ആദ്യമേ കണ്ടു ഇതൊരു മിനി ബൈബിൾ ആണെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നത് ഓർക്കുമായിരിക്കുമെന്ന് ചിന്തിക്കുക. 66 അധ്യായങ്ങളാണ് യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകത്തിലുള്ളത്. 66 അധ്യായങ്ങൾ. ഈ 66 അധ്യായങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർക്കുമ്പോൾ 66 പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ 66 അധ്യായങ്ങൾ അടങ്ങുന്ന യെശയ്യാ പ്രവാചന പുസ്തകം ആദ്യത്തെ 39 അധ്യായങ്ങള് പഴയ നിയമത്തിന്റെ പ്രതീകമായിട്ട്, പഴയ നിയമ പുസ്തകങ്ങളുടെ പ്രതീകമായിട്ട് ആദ്യത്തെ 39 അധ്യായങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. യെശയ്യാ പ്രവചന പുസ്തകത്തെ 1 മുതൽ 39 വരെയുള്ളതായ ഒരു പാർട്ട്, രണ്ടാമത്തെ പാർട്ട് വരുന്നത് 40 മുതൽ 66 വരെ 27 പുസ്തകങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു മിനി ബൈബിളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ 39 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച്, ഈ പുസ്തകത്തിന്റെ പ്രധാന തീം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണും. ലോകത്തിന്റെ സമാധാനമായ യേശുക്രിസ്തു എന്നുള്ളതായ ഒരു വിഷയത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാടിനെ കുറിച്ചുള്ളതായ ഒരു പഠനം കൂടെയാണ് പ്രധാനമായിട്ടും യെശയ്യാ പ്രവാചകൻ എയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ലോകത്തിന്റെ സമാധാനമായ യേശുക്രിസ്തു എന്നുള്ളതായ ഒരു വിഷയം യെശയ്യാ പ്രവചന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട തീമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ടതായ തീമാണ് സിംഹാസനത്തിന്റെ മധ്യേ ഉള്ളതായ കുഞ്ഞാട്. നമ്മളിത് വെളിപ്പാട് പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാടിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഈ 1-ാമത്തെ പാർട്ടിൽ പ്രധാനമായിട്ടും യെശയ്യാവ് ദർശിച്ച് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് സ്വീകരിച്ച് ലോകത്തോടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച്. 6-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച് യെശയ്യാവ് ദർശിക്കുന്നത് കാണുന്നത്. 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഉസിയാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തില് യഹോവയായ ദൈവം ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് 6-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ ഈ യെശയ്യാവ് ദർശിക്കുന്ന ദർശനം ദൈവത്തിന്റെ സിംഹാസനമാണ്. അപ്പോൾ ഉസിയാവ് അവിടെ മരിച്ചു എന്ന് ഓർക്കണം. ഉസിയാവ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് എന്നുള്ളതായ ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരു ദർശനം യെശയ്യാവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ലോകത്തിന്റെ സിംഹാസനങ്ങളൊക്കെ മാറിപ്പോകും, അതിലിരിക്കുന്ന രാജാക്കന്മാര് മരിച്ചു പോകും. അപ്പോൾ ഈ ലോകത്തിന്റെ സിംഹാസനങ്ങളും പദവികളും സ്ഥാനമാനങ്ങളും മാറിപ്പോകുന്നതാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ അവന്റെ സിംഹാസനം, 105-ാമത്തെ സങ്കീർത്തനത്തിനകത്തേക്കൊക്കെ വരുമ്പോൾ സ്വർഗത്തിൽ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുന്ന സിംഹാസനത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്വർഗത്തിൽ ഇതിനും മീതെ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സ്വർഗീയ സിംഹാസനം. ദാനിയേലിന്റെ പുസ്തകമൊക്കെ പഠിച്ചപ്പോൾ നമ്മളതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. ഈ ലോകത്തിൽ ഉള്ളതായ ഭരണങ്ങളും ഭരണാധികാരികളും ഭരണകൂടങ്ങളും മാറിപ്പോകും. എന്നാൽ ഈ ലോകത്തിന്റെ ഭരണത്തിന്റെ മുകളിൽ മറ്റൊരു സിംഹാസനം വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ സിംഹാസനം സകലത്തെയും ഭരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം, എവറിത്തിങ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹെവൻലി ത്രോൺ എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 1 മുതൽ 39 വരെയുള്ള അധ്യായത്തില് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു സിംഹാസനത്തെ എന്തായിട്ടാണ് കാണുന്നത്? സിംഹാസനം എന്ന് പറയുമ്പോൾ അത് ഭരണത്തെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളും.
ഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനം ഭരണം നടത്തുന്നു. ദൈവത്തിന്റെ സിംഹാസനം ഭരണം നടത്തുന്നു എങ്കിൽ അവിടെ തീർച്ചയായിട്ടും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ഭരണമുണ്ട്, ഭരണത്തോടനുബന്ധിച്ച് ഒരു ന്യായവിധി കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് ആക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട്, പഴയ നിയമത്തെ പ്രതിനിധീകരിക്കുന്നതായ ഒന്നാമത്തെ പാർട്ട് ദൈവത്തിന്റെ ന്യായ വിധിയെ കുറിച്ച് കാണിക്കുന്നു. രണ്ടാമത്തെ പാർട്ട് 40 മുതൽ 66 വരെ, ഇത് പുതിയ നിയമത്തിന്റെ പ്രതീകമാണ്. സിമ്പിൾ ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? യഹോവയായ തീഷ്ണതയുള്ള ദൈവം, പ്രതികരിക്കുന്ന ദൈവം, കോപിഷ്ഠനായ ദൈവം, ഇങ്ങനെയൊക്കെയുള്ള പിക്ചറുകളാണല്ലോ നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ്? പുതിയ നിയമത്തിൽ വരുമ്പോൾ ദ ഗോഡ് ഓഫ് കംഫോർട്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ പുതിയ നിയമം കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ കർത്താവ് ആരാണ്? കരുണയുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്, ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ദൈവമാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ പഴയ നിയമത്തിൽ എന്താണ്? എല്ലാം ഓൺ ദ ബേസിസ് ഓഫ് ലോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ബേസിസിലാണ് ശിക്ഷ വിധിക്കുന്നത്. ന്യായപ്രമാണം ആചരിച്ചില്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ളതായ ശിക്ഷയാണ് നൽകുന്നതെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ന്യായപ്രമാണം അനുസൃതമായിട്ടുള്ള നിലയിലാണ് പഴയ നിയമത്തിൽ ശിക്ഷ വിധിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ്? പുതിയ നിയമം കൃപ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു വലിയ കരുണയുണ്ട്, ഒരു വലിയ കൃപയുണ്ട്. അപ്പോൾ ദൈവം ഇവിടെ എന്താണ്? കോപിക്കുകയല്ല, മറിച്ച് എന്താണ്? കോപം ചരതിച്ചു വെക്കുന്നു. നമ്മളെ വെളിപ്പാട് പുസ്തകത്തിൽ അത് കണ്ടല്ലോ. കോപം ചരതിച്ചു വെക്കുന്നതായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പുതിയ നിയമം കരുണയുടെ പ്രതീകം, കൃപയുടെ പ്രതീകം, ആശ്വാസത്തിന്റെ പ്രതീകമാണ് പുതിയ നിയമം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ ഒന്നാമത്തെ പാർട്ടും 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ രണ്ടാമത്തെ പാർട്ട്. ഒന്നാമത്തെ പാർട്ടിൽ ദൈവത്തിന്റെ ന്യായവിധി നിറവേറുന്നതിനെ കുറിച്ച്, ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് അവിടെ പറയുന്നു. രണ്ടാമത്തെ പാർട്ടിൽ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ദൈവത്തെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ആദ്യത്തെ പാർട്ട് 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് പിന്നെയും ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഓർത്തുകൊള്ളും. 4ആയിട്ട് അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇത് ഇപ്രകാരം ചെയ്യുന്നത് എന്തിനാകുന്നു എന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ എളുപ്പം കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഹൃദയസ്ഥമാക്കുവാൻ, അല്ലെങ്കിൽ അതിന്റെ തീം എന്താണ്, ഇതിൽ കൂടെയുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളത് വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആദ്യത്തെ 39 അധ്യായം വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മുതൽ 12 വരെയുള്ളതായ അധ്യായങ്ങള് പരാമർശിക്കുന്നത് യഹൂദായുടെ മേലും യെരുശലേമിന്റെ മേലും ഉള്ളതായ ന്യായവിധിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓർത്തോളും, ജഡ്ജ്മെന്റ് ടു ജൂദ ആൻഡ് ജെറുസലേം. അപ്പോൾ നമ്മൾ യെശയ്യാവ് എവിടെ പ്രവർത്തിക്കുന്നുവെന്നാ, എവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രവചന കാലഘട്ടം? പ്രവാസത്തിന് മുമ്പ് യഹൂദായോടുള്ള ബന്ധത്തിലാണ്. അത് മറന്നു പോകരുത്. അപ്പൊ യെശയ്യാവ് എന്നുള്ള പേരും യെശയ്യാവിന്റെ പ്രവചന പുസ്തകമെന്നും കേൾക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടത് എന്താണ്? പ്രവാസ കാലഘട്ടത്തിന് മുമ്പ് പ്രവചിച്ചതായിട്ടുള്ള പ്രവാചകൻ. മാത്രമല്ല, ഇദ്ദേഹം പ്രവചിച്ചത് യഹൂദായോടുള്ള ബന്ധത്തിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, യഹൂദായോടുള്ള ബന്ധത്തില്, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ആളുകൾ പ്രവചിച്ചിരുന്നത്. പ്രവാസത്തിന് മുമ്പ്, പ്രവാസ കാലഘട്ടത്തില്, പ്രവാസത്തിന് ശേഷം, ഇങ്ങനെ 3ആയിട്ട് പ്രവാചകന്മാരുടെ ശുശ്രൂഷ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. യെശയ്യാവിനെ കുറിച്ച് എപ്പോ കേട്ട് കഴിഞ്ഞാലും, ഏത് പാതിരാത്രിക്ക്, ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും യെശയ്യാവ് എവിടാണ്, ഏത് കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം എവിടെയാണ്, ഏതാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം പ്രവചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഓർക്കുവാനായിട്ട് കഴിയാം. യഹൂദായിട്ടുള്ള ബന്ധത്തിലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 1 മുതൽ 12 വരെയുള്ള അധ്യായത്തിനകത്ത് യഹൂദായുടെ മേലും യെരുശലേമിന്റെ മേലും ഉള്ളതായ ന്യായവിധി. ഇവിടെ നമ്മൾ ഓർക്കണം, പ്രവാചകൻ
യഹൂദായിൽ ജീവിച്ചിരുന്നെങ്കിലും യഹൂദായിട്ടുള്ള ബന്ധത്തിൽ പ്രവചിച്ചിരുന്നെങ്കിലും ഇവരോട് മാത്രമല്ല പ്രവചിക്കുന്നത്. ലോകത്തിലുള്ള സകല രാജ്യങ്ങളോടും സകല ജാതീയ രാഷ്ട്രങ്ങളോടും അദ്ദേഹം പ്രവചിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ, ഒന്നാമത്തെ അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ വേർഡ് ബൈ വേർഡായിട്ടും ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നില്ല. എങ്കിലും ആദ്യത്തെ ആ അധ്യായത്തിൽ തന്നെ തുടങ്ങുന്നത് എന്താണ്? യഹൂദായോടും യെരുശലേമിനോടും ഉള്ളതായ പ്രവചനമായിട്ടാണ് തുടങ്ങുന്നത്. അവിടെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം വരുന്നതായിട്ടുള്ള സമയത്ത് 4 രാജാക്കന്മാരുടെ പേര് പറഞ്ഞതിന് ശേഷം അവരുടെ കാലത്ത് യഹൂദായെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം, ന്യായവിധി വരുവാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർക്കുള്ള ന്യായവിധിയുടെ ദൂത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ആദ്യമേ ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഇത് കൊടുക്കുന്നതിന് ഉദ്ദേശം എന്നറിയാം. കാരണം ദേവാലയം എവിടെയുണ്ട്? യെരുശലേമിലുണ്ട്. അപ്പൊ ദേവാലയത്തോട് അടുത്ത് കിടക്കുന്ന ജനമാണ് യഹൂദന്മാരെന്ന് ഓർത്തുകൊള്ളാം. ദേവാലയത്തോട് അടുത്ത് കിടക്കുന്ന ജനം, അതായത് ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് ആചരിക്കേണ്ടിയവരാണ്, അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിക്കേണ്ടിയവരാണ്. അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്, ദൈവത്തോടെ ചേർന്ന് കിടക്കുന്ന ജനമാണ്. ദൈവം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കേട്ട് അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു ജനമാണ് ഇസ്രായേൽ ജനം എന്ന് ഓർത്തുകൊള്ളാം. എന്നാൽ ന്യായപ്രമാണം കയ്യിലുള്ളതായ, ദൈവത്തിന്റെ ആലയം ഉള്ളതായ ദൈവത്തിന്റെ ജനം ദൈവത്തെ അനുസരിക്കാതെ മറുതലിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പം ദൈവമക്കളെ, ഈ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ മാത്രമേ മറ്റ് രാഷ്ട്രങ്ങളോടുള്ളതായ ബന്ധത്തിൽ യെശയ്യാവ് പ്രവചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ആദ്യമേ തന്നെ ന്യായവിധി ആർക്കാണ്? അതല്ലേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുന്നുള്ള ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ, ന്യായവിധി ആർക്ക് ആദ്യമേ വരുന്നത്? ദൈവത്തോടെ ചേർന്ന് കിടക്കുന്നവർക്ക്. അതായത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരായവർ അത് ചെയ്യാതെ ഇരിക്കുന്നു. ദൈവവചനം അനുസരിച്ച് നടക്കേണ്ടുന്നവർ അത് ചെയ്യാതെ ഇരിക്കുന്നു. ഇപ്പൊ ജാതീയ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സെക്കൻഡറി ആണെന്ന് ഓർത്തുകൊള്ളാം. കാരണം അവർക്ക് ഈ ന്യായപ്രമാണം അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അവർക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ആരാധനാലയമില്ല. ഇത്രത്തോളം അടുത്തിരിക്കുന്ന ഒരനുഭവം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ന്യായവിധി രണ്ടാം സെഷനാണ്. ആദ്യമേ ന്യായവിധി ആർക്കാണ്? കൂടുതൽ അറിഞ്ഞവന്, കൂടുതൽ പ്രാപിച്ചവന്, കൂടുതൽ അനുഭവിച്ചവന്. അപ്പൊ നമുക്കും ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളാം. നമ്മളിപ്പോ ഈ ദൈവവചനമൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്, ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ മുമ്പിൽ എത്രത്തോളം താല്പര്യത്തോടു കൂടെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. എല്ലാ ദിവസങ്ങളിലും ബൈബിൾ സ്റ്റഡി ഉള്ളത് കൊണ്ട് എങ്ങനെയും ഇരിക്കാം എന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണോ, അതോ ആത്മാർത്ഥതയോടുകൂടെ ഇതിനകത്ത് എത്ര പേര് പങ്കെടുക്കുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു. അപ്പോ എത്രത്തോളം നമുക്ക് താല്പര്യമുണ്ട്, നമ്മളിത് കൂടുതൽ കേൾക്കുന്നു. കൂടുതൽ കേൾക്കുമ്പോൾ ഒരു കുഴപ്പം കൂടെ ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. അതെന്താകുന്നു എന്ന് ചോദിച്ചാൽ, കൂടുതൽ പ്രാപിച്ചവനോടാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. നമ്മൾ ഈ ദൈവവചനം മുഴുവനും കേട്ടിട്ട് ഇത്രത്തോളം ദൈവം അടുത്തിരിക്കുന്ന ജനമായി നാം ആയിരുന്നിട്ട് ദൈവഹിതപ്രകാരം ജീവിക്കാതെ സ്വന്തം ഹിതപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ന്യായവിധി, പണിഷ്മെന്റ് ആദ്യമേ വരാൻ പോകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക്. യഹൂദന്മാർക്ക് അവര് ദൈവത്തിന്റെ കൽപ്പന കയ്യിലുള്ളവർ, ദൈവം നേരിട്ട് സംസാരിക്കുന്ന ജനം, ദൈവത്തിന്റെ ആലയം അവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന് ഓർക്കണം. ഇതെല്ലാം ഉണ്ടായിട്ടും അവർ ദൈവത്തിൽ നിന്നും അകന്ന് മാറി മാറി പൊക്കോണ്ടിരുന്നവരാണ്. അപ്പോൾ ന്യായവിധി എവിടെയാണ്? ജന്റൈൽ രാഷ്ട്രങ്ങൾക്ക് വരുന്നതിന് മുൻപ് തന്നെ ന്യായവിധി വരുന്നത് ദൈവജനത്തിന്റെ ഇടയിലേക്കാണ്. അതുകൊണ്ട് ഇതൊരു ഭയത്തോടെ നാം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവവചനം നമ്മൾ അറിഞ്ഞിട്ട് ദൈവവഴികളിൽ നടക്കാതെ ദൈവത്തോട് മത്സരിച്ചും മറുതലിച്ചും നാം ജീവിക്കുന്നു എങ്കിൽ ശിക്ഷാവിധി കൂടുതൽ നമ്മുടെ മേലായിരിക്കും വരുവാനായിട്ട് പോകുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ ഇത്തരുണത്തിൽ മനസ്സിലാക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അതായത് വചനം അനുസരിക്കേണ്ടിയവർ വചനം അനുസരിക്കാതെ വരുമ്പോൾ ദൈവിക ന്യായവിധി ഇറങ്ങും. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം അനുസരിക്കേണ്ടിയവർ വചനം അനുസരിക്കാതെ വരുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ ഇറങ്ങുന്നതായിട്ട്, ഏറിയ ന്യായവിധി
അവർ വാങ്ങിച്ചു കെട്ടേണ്ടി വരുന്നതായിട്ടുള്ള അനുഭവമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇനി രണ്ടാമത് അതായത് 39 അധ്യായത്തെ നാലായിട്ട് നമുക്ക് തിരിക്കാം. രണ്ടാമത്തെ പാർട്ട് നോക്കുമ്പോൾ 13 മുതൽ 27 വരെയുള്ളതായ അധ്യായങ്ങളില് ജാതീയ രാഷ്ട്രങ്ങൾക്ക് വരുവാനായിട്ട് പോകുന്നതായ ന്യായവിധിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജാതികളെ കുറിച്ചുള്ളതായ പ്രവചനങ്ങൾ. ജാതികൾ എന്ന് പറയുമ്പോൾ ജെന്റൈൽ നേഷൻസ്, ഇസ്രായേൽ കഴിഞ്ഞാൽ ബാക്കിയുള്ളതായ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളെ ജെന്റൈൽ നേഷൻസ് എന്നറിയപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ജാതീയ രാജ്യങ്ങൾക്ക് വരുവാനായിട്ട് പോകുന്നതായിട്ടുള്ളതായ ന്യായവിധി. അപ്പോൾ ഈ ജാതീയ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു, ന്യായപ്രമാണം ലഭിച്ചിട്ടില്ലാത്തവർ. ഇപ്പൊ ന്യായപ്രമാണം ലഭിച്ചിട്ടില്ലാത്തവർക്ക് വരുവാനായിട്ട് പോകുന്നതായ ശിക്ഷാവിധിയെ ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തവർ, കർത്താവിനെ അറിയാത്തവർ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഒരു ചോദ്യമാണ്. കാരണം അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ന്യായപ്രമാണം, ദൈവവചനം അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. ദൈവം അല്ലെങ്കിൽ നേരിട്ട് അവരോട് ഇടപെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ അവർക്ക് ന്യായവിധി വരുമെന്നുള്ളതായ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും. ലോകത്തിന്റെ മുൻപിൽ ദൈവം ഒരു രാജ്യത്തെ വേർതിരിച്ചു വെച്ചു, സത്യദൈവത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയാം ഈ ജനത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, അവർക്കൊരു ദൈവമുണ്ട്, അവരാ ദൈവത്തെ ആരാധിക്കുന്നു. അല്ലെങ്കിൽ അപ്പോ ഒരു ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഒരു കൊടിയായിട്ട്, ഒരു ബാനറായിട്ട് അവരെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചക പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേലിനെ ഒരു കൊടിയായിട്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ മധ്യത്തിലാണ് ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്നത്. ലോകത്തിന് മുഴുവനും വെളിച്ചം പകരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ ആക്കി വെച്ചിരുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു അടയാളമായിട്ട്, ഒരു കൊടിയായിട്ട് ദൈവം അവരെ ഉയർത്തിയിരിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു കടമയുണ്ട്. ആ കടമ എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ഇവരുടെ ദൈവം ആരാണ്, ഇവർക്കുള്ള പ്രത്യേകത എന്താണ്, ഇവരുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് അറിയുവാനായിട്ടുള്ളതായ ഒരു ആഗ്രഹം, അറിയുവാനായിട്ടുള്ള ഒരു താല്പര്യം അവരിൽ ഉണ്ടാവണം. കാരണം ദൈവം, ഇസ്രായേലിന്റെ ദൈവത്തിന് പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും അവരവനെ തേടുവാനായിട്ടോ അറിയുവാനായിട്ടോ താല്പര്യം കാണിക്കാതെ പോകുന്നു. ഇപ്പൊ ന്യായപ്രമാണം ഇല്ലാത്തവന് അതറിയുവാൻ, അത് ഗ്രഹിക്കുവാൻ, ന്യായപ്രമാണത്തിന്റെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും അവരത് വിനിയോഗിക്കുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ആ കാലഘട്ടത്തെ ഇന്നുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്താ? ഇന്ന് ലോകത്തിൽ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തതായ, കേട്ടിട്ടില്ലാത്തതായ ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷെ ഇന്ന് എന്തുണ്ട്? ഇന്ന് ടെക്നോളജി ഉണ്ട്. ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകളുണ്ട്. ഈ ഫോണുകൾ വഴി കർത്താവിനെ കുറിച്ചും സുവിശേഷവും കൃത്യമായിട്ട് പാഞ്ഞു പോകുന്നുണ്ട്. മിക്കവാറും ഒക്കെയുള്ള ഭാഷകളിൽ ഈ സുവിശേഷം ഇതിനകത്തുണ്ട്. പക്ഷെ ഇന്നത്തെ കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഫോണുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നാം ടെക്നോളജി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ഇത് എത്രത്തോളം ഉപയോഗിക്കും? ഇതിനകത്ത് ദൈവവചനം ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ദൈവവചനം കേൾക്കുവാനായിട്ട് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ നോക്കുന്നത് എന്താ? നമുക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ പോകുന്നത് മുഴുവനും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകാലെ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യും, ഒത്തിരി കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും, നമ്മൾ ഒത്തിരി ലൈക്സ് അടിച്ചു വെക്കും. ഇതൊക്കെ എന്താ? നമ്മൾ കൂടുതലും ചെയ്യുന്നത് അൺവാണ്ടഡ് തിങ്സിനാണ് നമ്മൾ ലൈക്ക് അടിക്കുന്നതും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും യൂട്യൂബിലായാലും ഇഷ്ടംപോലെ സുവിശേഷമുണ്ട്. സുവിശേഷം തെരഞ്ഞു പിടിച്ച് അത് പഠിക്കാനോ മനസ്സിലാക്കാനായിട്ടോ ആ കർത്താവിനെ കുറിച്ച് അറിയുവാനായിട്ടോ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ
ലൈക്സും കിട്ടി, അല്ലെങ്കിൽ കൂടുതൽ ഷെയർ ചെയ്ത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മുഴുവനും എന്താ, ലോകത്തിന്റെ കാര്യങ്ങൾ. ആരെങ്കിലും ഒരു ദൈവവചനം ഷെയർ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കാറുണ്ടോ? നമ്മൾ ആരും അതിന് മെനക്കിടാറില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പൊ ഇത് ലോകത്തിന് എനിക്ക് ഈ സുവിശേഷം കേൾക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു ജനത്തിനും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലെന്ന് ഓർത്തോണം. കാരണം ഇന്ന് ലോകത്തിൽ സുവിശേഷം കേൾക്കണം, ദൈവത്തെക്കുറിച്ച് അറിയണം എന്നാഗ്രഹിക്കുന്നതായ ഒരു വ്യക്തിക്ക് യേശുവിനെ കുറിച്ച് അറിയുവാൻ ഉള്ളതായ എല്ലാവിധ സാഹചര്യങ്ങളും ഇന്ന് ലോകത്തിലുണ്ട്. അത് നമ്മൾ വിനിയോഗിക്കാതെ ഇരുന്നിട്ട് എനിക്ക് ഈ കർത്താവിനെ കുറിച്ച് അറിയുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പൊറുക്കപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. അതുകൊണ്ട് ലോകത്തിൽ ഇന്ന് സുവിശേഷം നിറഞ്ഞു നിൽപ്പുണ്ട്. ആ സുവിശേഷം അറിയുവാനായിട്ടുള്ള താല്പര്യം നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അറിയുവാനായിട്ടുള്ളതായ എല്ലാ സാഹചര്യവും ഉണ്ട്. നമ്മളെല്ലാം പലത് എടുത്തെടുത്ത് നോക്കുന്നുണ്ട്, എന്നാൽ സുവിശേഷം മാത്രം എടുത്ത് നോക്കുവാനായിട്ടുള്ള താല്പര്യമില്ലായ്മ കൊണ്ട് യേശുവിനെ കുറിച്ച് അറിയുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് 28 മുതൽ 35 വരെയുള്ളതായ അധ്യായങ്ങൾ പരാമർശിക്കുന്നത് എഫ്രൈമിനെ കുറിച്ചും യഹൂദായെ കുറിച്ചും അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള വാണിംഗ്, അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള മുന്നറിയിപ്പ്, പ്രവചനപരമായിട്ടുള്ളതായ മുന്നറിയിപ്പുകളെ അവർക്ക് നൽകുന്നതിനെ കുറിച്ചാണ്. അവിടെ മുന്നറിയിപ്പുകളുണ്ട്, അവിടെ വാഗ്ദത്തങ്ങളുണ്ട് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. 28 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് കഴിയുന്നത് മുന്നറിയിപ്പുകളും വാഗ്ദത്തങ്ങളെ കുറിച്ചും കാണാനായിട്ട് സാധിക്കും. 36 മുതൽ 39 വരെ ചരിത്രപരമായിട്ടുള്ളതായ ഒരു അനുബന്ധമാണ്, അല്ലെങ്കിൽ ഒരു അവലോകനം അവിടെ നടക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു, യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എഴുതുന്നതിൽ ഒരു ചരിത്രകാരനായിരുന്നു, ചരിത്രം എഴുതുന്നതിൽ അദ്ദേഹം ഇഷ്ടമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. ഈ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് 2 രാജാക്കന്മാരെ കുറിച്ചും, സെൻഹരീബിനെ കുറിച്ചും ഹിസ്കിയ രാജാവിനെ കുറിച്ചുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളാം. അത് 2 രാജാക്കന്മാർ 18 മുതൽ 20 വരെയുള്ള ചാപ്റ്ററിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് 4 ആയിട്ട്, ഒന്നാമത്തെ ഭാഗത്തെ 4 ആയിട്ട് തിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ യഹൂദായുടെ മേലും യെരുശലേമിന്റെ മേലും വരുന്നതായിട്ടുള്ള ന്യായവിധിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. 13 മുതൽ 27 വരെയുള്ള അധ്യായങ്ങള് ജാതികളെ കുറിച്ച്, ജാതീയ രാഷ്ട്രങ്ങളെ കുറിച്ചുള്ളതായ പ്രവചനങ്ങളാണ് പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. 28 മുതൽ 35 വരെയുള്ളതായ അധ്യായങ്ങള് എഫ്രൈമിനെ കുറിച്ചും യഹൂദായെ കുറിച്ചും ഉള്ളതായ പ്രവചനപരമായിട്ടുള്ള മുന്നറിയിപ്പുകളും അവർക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ചും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 36 മുതൽ 39 വരെ ചരിത്രമാണ്, പ്രത്യേകിച്ചും 2 രാജാക്കന്മാരോടുള്ള ബന്ധത്തിലുള്ള ചരിത്രം, സെൻഹരീബിനോടുള്ള ബന്ധത്തിലും ഹിസ്കിയ രാജാവിനോടുള്ള ബന്ധത്തിലും. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 18 മുതൽ 20 വരെയുള്ളതായ ചാപ്റ്ററുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് കഴിയും. ഇനി ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ 40 മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് രണ്ടാമത്തെ മെയിൻ പാർട്ട്. ഈ രണ്ടാമത്തെ മെയിൻ പാർട്ടിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കുവാനായിട്ട് കഴിയും. അതിൽ 40 മുതൽ 48 വരെ ഉള്ളതായ ചാപ്റ്ററുകൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വലിപ്പവും മഹത്വവും, ദ ഗ്ലോറി ആൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ മഹത്വം. അത് 46-47 അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് വിഗ്രഹങ്ങളോടുള്ളതായ ബന്ധത്തിൽ ഇസ്രായേലിന്റെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവം ആരാണ്? സകലത്തിന്റെയും സൃഷ്ടാവാണ്, നിയന്താവാണ്, സകലത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ആരംഭത്തെങ്കിൽ തന്നെ അവസാനം കാണുന്നവനാണ് യഹോവയായ ദൈവം എന്ന് യെശയ്യാ പ്രവാചകൻ പരാമർശിച്ചിട്ടുണ്ട്. അവസാനത്തെ 40 മുതലുള്ള 48 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് അത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? അവനൊരു ദേവദാരുവിനെ നടുന്നു, അതിനെ വെള്ളമൊഴിക്കുന്നു, ആ ദേവദാരു വളർന്നു വരുന്നു. ഒരു ദിവസം അവൻ അതിനെ ചെന്ന് വെട്ടുന്നു. വെട്ടിക്കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്? അതിനകത്തെ കുറച്ച് വെട്ടിയെടുത്തിട്ട് അവൻ അതുകൊണ്ട് തീ കായുന്നു, അവന്റെ കുളിർ മാറുന്നു. അതിനുശേഷം അവൻ എന്ത് ചെയ്യും? അതിന് കുറച്ച് വിറകെടുത്തിട്ട്
അവന് ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കുന്നു. കുറെ ഭാഗം എടുത്തിട്ട്, കുറെ തടി കഷ്ണം എടുത്തിട്ട് അതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹം അവൻ ഉണ്ടാക്കുന്നു. ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ അവൻ പോയി അതിനെ ആരാധിക്കുന്നു. അപ്പോ ദൈവം കാണിച്ചു തരുന്നത് ഒരു വിരോധാഭാസമാണ്. ഒരു മരത്തെ മനുഷ്യൻ വളർത്തിയെടുക്കുന്നു, എന്നിട്ട് അവൻ അതിനെ വെട്ടിയെടുക്കുന്നു, എന്നിട്ട് അതിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് അവൻ തീ കായുന്നു, അവന്റെ കുളിർ മാറുന്നു. കുറച്ച് ഭാഗം കൊണ്ട് അവൻ പാചകം ചെയ്യുന്നു, അവന്റെ വിശപ്പ് അകറ്റുന്നു. കുറച്ച് ഭാഗം എടുത്ത് അവനൊരു നല്ല വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ വിഗ്രഹത്തിന്റെ മുൻപാകെ പോയി നമസ്കരിക്കുന്നു. ഇവിടെ ദൈവം നമ്മളെ കാണിച്ചു തരുന്നത് ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് കഴിയാതെ പോകുന്നു. അല്ലെങ്കിൽ ദൈവത്തെ ഒരു വിഗ്രഹത്തോട് ഉപമിച്ചുകൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് മനുഷ്യൻ എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ ആരാധിക്കുവാൻ കഴിയില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു രൂപവും ഉണ്ടാക്കുവാൻ പാടില്ല. ആവർത്തന പുസ്തകത്തിലേക്ക് വരുന്നായിട്ടുള്ള സമയം നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഒരു രൂപവും, ദൈവത്തിന്റെ ഒരു രൂപവും ഉണ്ടാക്കുവാനായിട്ട് പാടില്ല. പക്ഷെ ഇന്നത്തെ ലോകത്തിന് ദൈവത്തിന്റെ രൂപം കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആരാധിക്കുവാനായിട്ട് കഴിയാത്തതായിട്ടുള്ള അവസ്ഥ. അങ്ങനെ ആരാധിക്കുന്ന എന്തിനാണ്? കല്ലിനെ കൊണ്ടും മെറ്റല് കൊണ്ടും തടി കൊണ്ടും ഉണ്ടാക്കിയതായിട്ടുള്ള വിഗ്രഹങ്ങളുടെ മുൻപാകെ പോയി ഇത് ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുക. കാണുവാൻ കഴിയാത്ത, കേൾക്കുവാൻ കഴിയാത്തതായ, ദർശിക്കുവാൻ കഴിയാത്ത, ഒന്നും ചെയ്യുവാൻ കഴിയാത്തതായ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ആരാധിക്കുന്ന അനുഭവത്തെ കർത്താവ് തമ്പുരാൻ യഹോവയായ ദൈവം അതിശക്തമായിട്ട് വിമർശിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ സെഷനിലെ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്ന് ദൈവം തന്റെ വലിപ്പത്തെ കാണിച്ചു തരികയാണ്. താൻ ആരാണ്, ഇതിനെയൊക്കെ സൃഷ്ടിച്ചവൻ, ആദ്യമെങ്കിൽ തന്നെ അവസാനത്തെയും കാണുന്നതായിട്ടുള്ള ദൈവം. അപ്പോൾ ദൈവത്തിന്റെ വലിപ്പത്തെയാണ് 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ കൂടെ യെശയ്യാവ് നമുക്ക് കാണിച്ചു തരുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇനി രണ്ടാമത്തേത് നോക്കുന്നതായിട്ടുള്ള സമയത്ത് 49 മുതൽ 57 വരെയുള്ളതായ അധ്യായങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ച കാണിക്കുകയാണ്. സഫറിംഗ് സെർവന്റ് എന്നുള്ള നിലയിൽ, അതായത് കഷ്ടം അനുഭവിക്കുന്നതായ യഹോവയുടെ ദാസൻ എന്നുള്ളതായ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് അവിടെ വരച്ച കാണിക്കുന്നത് ഓർത്തുകൊള്ളാം. ഒന്നാമത്തെ ഭാഗത്ത് എന്താ ചെയ്തത്? ദൈവം വിഗ്രഹങ്ങളോടുള്ളതായ ബന്ധത്തിൽ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കിച്ചു തരികയാണ്. അവിടെ ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്നു. രണ്ടാമത്തെ പാട്ടില് കഷ്ടം അനുഭവിക്കുന്ന യഹോവയുടെ ദാസൻ. അപ്പം അവിടെ നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള വിഗ്രഹങ്ങളുടെ പുറകാരെ അല്ല പോകേണ്ടത്. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ഒരു വിഗ്രഹം, ഒരു പ്രതിമ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന് നമുക്കറിയാം. ആ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ നട്ടുവളർത്തിയ ദേവദാരുവിന്റെ പ്രതിമയുടെ മുൻപിലല്ല പോകേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുവനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവനാരാണ്? അവൻ കഷ്ടം അനുഭവിക്കുന്നതായ ദാസനാണ്, സഫറിംഗ് സെർവന്റ് ആണ്. 49 മുതൽ 57 വരെയുള്ള അധ്യായങ്ങളിലാണ് അത് പരാമർശിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. 53-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ സുവിശേഷകന്മാര് പോലും ദർശിച്ചതിനെക്കാട്ടിലും ആഴത്തിലും പരപ്പിലും യെശയ്യാ പ്രവാചകൻ ദർശിച്ച് എഴുതിയിരിക്കുന്നത്. അവൻ അനുഭവിച്ചതായിട്ടുള്ള കഷ്ടത്തിന്റെ തീവ്രത എന്താണ്, അവൻ അനുഭവിച്ചതായിട്ടുള്ള പീഡനത്തിന്റെ തീവ്രത എന്താണ് എന്നുള്ളത് 53-ാമത്തെ അധ്യായത്തിൽ കൂടെ യെശയ്യാ പ്രവാചകൻ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നു. ഇത് സുവിശേഷകന്മാർ നേരിട്ട് കണ്ടിട്ട് പിന്നീട് രേഖപ്പെടുത്തിയെങ്കിൽ പോലും അതിനെക്കാട്ടിലും ആഴത്തിൽ ആ സംഭവങ്ങൾ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് 58 മുതൽ 66 വരെയുള്ളതായ ഭാഗത്തേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ഫൈനൽ റെസ്റ്റോറേഷൻ ആൻഡ് പ്രോമിസ് ഓഫ് ഗ്ലോറി എന്നുള്ളതാണ്. യഥാസ്ഥാപനവും ദൈവത്തിന്റെ മഹത്വവുമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് പുതിയ ആകാശം അല്ലെങ്കിൽ പുതിയ ഭൂമി എന്നുള്ളതായ പരാമർശങ്ങളൊക്കെ അവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പം ഒരു ഫൈനൽ റെസ്റ്റോറേഷൻ, ഒരു അവസാനമായിട്ടുള്ളൊരു യഥാസ്ഥാപനം. ആദ്യം മുതലുള്ളതായ ഭൂമി മാറി ഭൂമിയെ നവീകരിച്ചെടുത്ത് പുതിയ ഭൂമിയും പുതിയ ആകാശവും കർത്താവിന്റെ നിത്യതയെ കുറിച്ചുള്ളതായ പരാമർശമാണ് 58 മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി അപ്പൊ നമ്മൾ കണ്ടത് എന്താണ്? ഇപ്പം യെശയ്യാ പ്രവചന പുസ്തകം
രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും. ഒന്നാമത്തെ ഭാഗം 39 അധ്യായം, രണ്ടാമത്തെ ഭാഗം 40 മുതൽ 66 വരെയുള്ള രണ്ടാമത്തെ സെഷൻ. ഒന്നാമത്തെ സെഷനിൽ എന്താണ്? ദൈവത്തിന്റെ ന്യായവിധി, ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് 39 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാന തീം, പരാമർശ വിഷയം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ അത് എന്തിനെ കുറിച്ച് കാണിക്കുന്നു? ദൈവത്തിന്റെ കൃപ, ദ കംഫോർട്ടിംഗ് ഗോഡ്, ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ കരുണയുള്ളതായ കൃപയുള്ള ദൈവത്തെ പരാമർശിക്കുന്നതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് ഓർമ്മിപ്പിച്ചു. ഒന്നാമത്തെ ഭാഗത്തെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതില് യഹൂദായുടെ മേലും യെരൂശലേമിന്റെ മേലും വരുന്നതായിട്ടുള്ള ന്യായവിധിയെ കുറിച്ച് നമ്മൾ കണ്ടു. രണ്ടാമത് ജാതികളെ കുറിച്ചുള്ളതായ പ്രവചനങ്ങളെ കുറിച്ച് കാണാനായിട്ട് കഴിഞ്ഞു. മൂന്നാമതായിട്ട് എഫ്രൈമിനെ കുറിച്ചും യഹൂദായെ കുറിച്ചും ഉള്ളതായ പ്രവചനപരമായിട്ടുള്ള മുന്നറിയിപ്പുകളും അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പ്രോമിസിനെ കുറിച്ച് കാണാനായിട്ട് കഴിഞ്ഞു. നാലാമതായിട്ട് ചരിത്രം, അതായത് പ്യൂർലി ചരിത്രം. യെശയ്യാവ് ഒരു ചരിത്രകാരനായിരുന്നത് കൊണ്ട് തന്നെ ഹിസ്കിയാവിനോടുള്ള ബന്ധത്തിലുള്ളതായ ചരിത്രത്തെ അവിടെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. അതിന്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ കടന്നു വന്നപ്പോൾ 40 മുതലുള്ള 66 വരെയുള്ള അധ്യായങ്ങൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അത് ദൈവത്തിന്റെ വലിപ്പത്തെയും മഹത്വത്തെയും കുറിച്ച് 40 മുതൽ 48 വരെയുള്ള അധ്യായത്തിൽ, 49 മുതൽ 57 വരെയുള്ള അധ്യായത്തിൽ കഷ്ടമനുഭവിക്കുന്ന യഹോവയുടെ ദാസനെ കുറിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ കൃത്യമായ പരാമർശം. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ 58 മുതൽ 66 വരെയുള്ള അധ്യായത്തിലേക്ക് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അനുഭവത്തെ കുറിച്ച്, തന്റെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഡിവിഷൻസ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇനി കുറച്ചുകൂടെ വ്യത്യസ്തമായ നിലയിൽ ഇതിനെ ഒന്നുകൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതെന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4 രാജാക്കന്മാരോടുള്ള ബന്ധത്തിൽ, അതായത് ഒന്നാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കണ്ടു 4 രാജാക്കന്മാരുടെ പേരിലാണ് നമ്മൾ ഈ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് യെശയ്യാവ് പ്രവചിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടല്ലേ. അത് ആരൊക്കെയായിരുന്നു? ഉസിയാവുണ്ട്, പിന്നെ ജോഥാമുണ്ട്, ആഹാസുണ്ട്, പിന്നീട് ഹിസ്കിയാവുണ്ട്. അങ്ങനെ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് യെശയ്യാവ് പ്രവചിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ രാജാക്കന്മാരുടെ കാലഘട്ടം അനുസരിച്ചും നമുക്കിതിനെ ഡിവൈഡ് ചെയ്യുവാനായിട്ട് കഴിയും. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ, 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങള് ഉസിയ രാജാവിന്റെയും ജോഥാം രാജാവിന്റെയും, ഉസിയാവിന്റെയും യോഥാമിന്റെയും കാലഘട്ടത്തിൽ നടന്നതായ സംഭവങ്ങൾ. 6-ാമത്തെ അധ്യായത്തിൽ വരുന്ന വളരെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറഞ്ഞത് ഉസിയാവ് മരിച്ച ആണ്ടിൽ. അപ്പൊ 6-ാമത്തെ അധ്യായമായപ്പോഴേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ഉസിയാവ് അവിടെ വരെ ഉള്ളൂ. അപ്പൊ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളില് 2 രാജാക്കന്മാരുടെ കാലഘട്ടത്തെ പരാമർശിച്ചിട്ടുള്ളതായ കാര്യങ്ങള്. ഇനി 7 മുതൽ 14 വരെയുള്ളതായ അധ്യായങ്ങളിൽ ആരെക്കുറിച്ചാണ്? ആഹാസ് രാജാവിന്റെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ യെശയ്യാവ് ദർശിച്ചതായിട്ടുള്ള ദർശനങ്ങളെ കുറിച്ചാണ് 7 മുതൽ 14 വരെയുള്ളതായ അധ്യായങ്ങളിൽ കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇപ്പൊ എത്ര രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു? 3 രാജാക്കന്മാരുടെ കാലഘട്ടം നമ്മൾ കണ്ടല്ലേ, ഉസിയാവ്, യോഥാം, ആഹാസ്. അപ്പൊ ഈ 3 രാജാക്കന്മാരുടെ കാലഘട്ടം 1 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ കൊണ്ട് തീരുകയും, അതായത് 1 മുതൽ 6 വരെ അധ്യായത്തിൽ 2 രാജാക്കന്മാരെ നമ്മൾ പഠിച്ചു. ഉസിയാവിനെ കുറിച്ചും യോഥാമിന്റെ കാലഘട്ടത്തിലുമാണ് നടന്ന സംഭവങ്ങളാണ് യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ യെശയ്യാവ് ദർശിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ യെശയ്യാവ് ദർശിച്ച കാര്യങ്ങൾ. പിന്നെ 7 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ആഹാസ് രാജാവിന്റെ കാലഘട്ടത്തിൽ ദർശിച്ചതായിട്ടുള്ള ദർശനങ്ങൾ അല്ലെങ്കിൽ പ്രവചിച്ചതായിട്ടുള്ള പ്രവചനങ്ങൾ. ഇനിയുള്ളത് 4-ാമത്തെ രാജാവ്. 15 മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രവചിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രവചന പീരീഡ് ദർശനങ്ങൾ എന്ന് പറയുന്നത് ഹിസ്കിയ രാജാവിനോടുള്ളതായ, ഹിസ്കിയ രാജാവ് ഭരിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ യെശയ്യാവ് ദർശിച്ചതായിട്ടുള്ള ദർശനങ്ങൾ അല്ലെങ്കിൽ പ്രവചിച്ചതായിട്ടുള്ള പ്രവചനങ്ങൾ എന്ന് ഈ നിലയിലും നമുക്ക് ഈ പുസ്തകത്തെ ഡിവൈഡ് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്, അത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം എന്ന് പറഞ്ഞുകൊണ്ടാണ്
അവിടെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ, ഒന്നാമത്തെ വാക്യം തന്നെ ആരംഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്രകാരം നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാവുന്നത് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നത്, അധ്യായങ്ങള് 1 by 1 ആയിട്ട്, ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് എടുത്ത് പഠിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. അത് ഒരുപാട് സമയം പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ആമുഖം ലഭിച്ചിട്ടുണ്ട്, ഒരു ഇൻട്രഡക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള തീമുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിച്ച് തന്നിട്ടുണ്ട്. ഇനിയും ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നതായിട്ടുള്ള വേളയിൽ വായിക്കണം. വായിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ്, ഞാൻ ഈ ആമുഖമൊക്കെ പറഞ്ഞു പോയി, ഇത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഓരോ ദിവസവും ഇരുന്നുകൊണ്ട് ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വായിക്കണം. അടുത്ത ഒരാഴ്ച മുഴുവനും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണം. ഒരു 6-7 അധ്യായം വെച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഇത് പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള ഡിവിഷൻ വെച്ചിട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇനിയും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ചാപ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വേഗം ഒന്ന് നോക്കി ഈ ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകനെ കുറിച്ചുള്ളതായ ആമുഖ വിവരണം, ഒരു ഓവർവ്യൂ തീർക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ് പരാമർശിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 2ാമത്തെ വാക്യം മുതൽ നമ്മളൊന്ന് വായിക്കാം. 1ാമത്തെ ചാപ്റ്റർ 2ാമത്തെ വാക്യം മുതൽ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. അതായത് ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് യഹോവയായ ദൈവം പറയുന്നതായിട്ടുള്ള കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, യഹൂദായിക്കും യെരൂശലേമിനും വരുന്ന ന്യായവിധിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതായത് കൂടുതൽ ദൈവവചനം കേട്ടവർ, കൂടുതൽ ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തെ ആരാധിച്ചവർ, എന്താണ്, അവർ ദൈവത്തിങ്കിൽ നിന്ന് പിന്മാറിപ്പോയാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷാവിധി. ശിക്ഷാവിധിയുടെ തുടക്കം ദൈവത്തിന്റെ ഗ്രഹത്തിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ശിക്ഷാവിധി ആരംഭിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട്. നമ്മൾ ഓർത്തുകൊള്ളണം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്ന ഉടനെ അവസാനം ന്യായവിധിയുടെ സമയത്ത് ദൈവം ചില സാക്ഷികളെ വിളിക്കും. ആകാശത്തെ വിളിക്കും, സമുദ്രത്തെ വിളിക്കും, ഭൂമിയെ വിളിക്കും, പല സാക്ഷികളെ വിളിക്കും. ആ സാക്ഷികളെ വിളിക്കുന്നതായിട്ടുള്ള സമയത്ത് അവര് നമുക്കെതിരെയുള്ളതായ തെളിവുകളൊക്കെ, അല്ലെങ്കിൽ അന്നുള്ളതായ ആളുകൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ വെക്കുമെന്നുള്ളത് ഓർത്തുകൊള്ളാം. ഒന്നും ഡിനേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഏത് കോടതിയിലും കോടതി നോക്കുന്നത്, ജഡ്ജി നോക്കുന്നത് തെളിവാണ്. തെളിവിന്റെ പിൻബലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ദൈവം 2 സാക്ഷികളെ നിർത്തിയിരിക്കുകയാണ്. 1 ആകാശം, 2 ഭൂമി. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് എഴുതുന്നത് റിബല്യസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇസ്രായേൽ പീപ്പിൾ. ഇസ്രായേൽ ജനത്തിന്റെ റിബല്യസ് ആറ്റിറ്റ്യൂഡ്, മറുതലിക്കുന്ന, മത്സരിക്കുന്ന സ്വഭാവക്കാരായിരുന്നു അവരെന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ എന്താ പറയുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. കൈ വളരുന്നോ കാല് വളരുന്നോ എന്നുള്ള കണക്കിൽ അവരെ പോറ്റി വളർത്തി. പ്രവാസ കാലഘട്ടത്തിലായിരുന്നു 430 സംവത്സരം മിസ്രൈമിൽ. അവിടെ നിന്ന് അവരെ കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടും പഴയ കാലത്തെ കുറിച്ച് ഒന്നും അവർ ഓർക്കുന്നില്ല. അവർക്ക് ലഭിച്ച വിടുതലിനെ കുറിച്ച് ഓർക്കുന്നില്ല, അനുഭവിച്ച നന്മകളെ കുറിച്ച് ഓർക്കുന്നില്ല. ഈ പാലും തേനും ഒഴുകുന്ന ദേശത്ത് വന്നിട്ടും അവർ ദൈവത്തോടെ മറുതലിക്കുകയാണ്. മത്സരിക്കുന്ന മത്സരികളായി തീർന്ന ഒരു ഗ്രഹമായിട്ടാണ് ഇസ്രായേലിനെ വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അവിടെ പറയുന്നത്, എന്റെ ജനം അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുതന്റെ യജമാനെയും പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ താഴേക്ക് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇവിടെ ന്യായവിധിയുടെ ഒരു രംഗമാണ് ഈ വേദഭാഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ദൈവം ന്യായാധിപതിയായിട്ടും യഹൂദ ജനം കുറ്റവാളികളായിട്ടും നിൽക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ യഹൂദ ജനം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അപ്പൊ അവരുടെ പേരിലുള്ള കുറ്റം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊണ്ട്, അതായത് മൃഗങ്ങൾക്ക് പോലും അതിന്റെ യജമാനനോട്, അതിന്റെ ഉടയവനോട് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. അത്രത്തോളം പോലും ഈ ദൈവത്തിന്റെ ജനം ദൈവത്തോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തോട് നന്ദികേട് കാണിക്കുന്ന ഒരു ജനം. അപ്പൊ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവര് മത്സരികളാണ്. മാത്രവുമല്ല അവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ,
4-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അപ്പം അവിടെ പല കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ യഹോവയെ ഉപേക്ഷിക്കുന്നു, യഹോവയോട് മത്സരിക്കുന്നു, ദൈവത്തെങ്കിൽ നിന്നും പിന്മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു ജനമായിട്ട് അവരെ കാണാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ അനുഭവിച്ച നന്മകളൊന്നും ഓർക്കുന്നില്ല, മറുതലിപ്പിന്റെ അനുഭവത്തിലേക്ക് പോകുന്നു. ഇതുകൊണ്ടാണ് അവർക്ക് ന്യായവിധി ഇറങ്ങുവാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ വാക്യങ്ങളിൽ ചില വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ റിബല്യസ് ആറ്റിറ്റ്യൂഡ്, ഈ പുസ്തകം ഇനി നമ്മൾ ഇതിനകത്ത് മൊത്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. 4 കൂട്ടം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ. ഒന്ന്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ ഉപേക്ഷിച്ചും നിരസിച്ചും പുറകോട്ട് മാറുന്നതായ ഒരു ജനം, അവരുടെ മത്സരം, അവരുടെ റിബല്യസ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനിയും അവരോടുള്ളതായ പ്രതികാരം, ദൈവത്തിന്റെ പ്രതികാരത്തെ ഇവിടെ നമുക്ക് തുടർന്നുള്ളതായ 10-ാമത്തെ അധ്യായം മുതലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അവർക്ക് മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ, റിപ്പന്റൻസ്, മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ളതായ ആഹ്വാനം, യഥാസ്ഥാനം. അങ്ങനെ ഈ പുസ്തകം പ്രധാനമായിട്ടും 4 കൂട്ടം കാര്യങ്ങളെ കുറിച്ചാണ്. മത്സരത്തെക്കുറിച്ച്, പ്രതികാരത്തെക്കുറിച്ച്, പിന്നീട് മാനസാന്തരത്തെക്കുറിച്ച്, യഥാസ്ഥാനം. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മുഴച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇസ്രായേലിന്റെ മത്സരത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതോടൊപ്പം തന്നെ 2 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങളിൽ വായിക്കുന്ന സമയത്ത് ദൈവത്തിന് ഇവരെ കുറിച്ചുള്ള പരാതിയാണ്, ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള പരാതിയാണ്. നമ്മളിത് വായിക്കുന്നുണ്ട്, നമ്മൾ ഇസ്രായേലിനെ കുറിച്ചുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടല്ല നിൽക്കേണ്ടതെന്ന് ഓർത്തുകൊണ്ട് ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തോടും ചേർത്ത് വെച്ച് ചിന്തിക്കണം. ദൈവവചനം കൂടുതൽ അറിഞ്ഞവർ, കേൾക്കുന്നവർ, മനസ്സിലാക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകലുന്നുണ്ടോ, ഞാൻ ദൈവത്തോട് മത്സരിക്കുന്നുണ്ടോ, ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന് ഇസ്രായേലിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് ആദ്യത്തെ 9 വാക്യങ്ങളിൽ, 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള കംപ്ലൈന്റ്. ദൈവമക്കളെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത്, ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കണം, എന്നെ കുറിച്ച് ദൈവത്തിന് കംപ്ലൈന്റ് ഉണ്ടോ? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ കംപ്ലൈന്റ് എന്താണ്? ഇടയ്ക്ക് മൗനമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ധ്യാനിക്കുവാനായിട്ട് കഴിയണം. നമ്മൾ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നവരാ. നമുക്ക് നിരന്തരം പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സമയം എടുക്കുന്നവരാ. പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സമയം എടുക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അങ്ങോട്ട് ദൈവത്തോട് പറയുകയും ദൈവത്തെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയിൽ കൂടുതലും നമ്മുടെ ആവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപേക്ഷകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കലെങ്കിലും ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ദൈവം പറയുന്നത് എങ്ങനെ നമ്മൾ കേൾക്കേണ്ടത്? ദൈവത്തിന്റെ വചനം വഴിയാണ്. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ, അത് പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ നമ്മൾ അല്പസമയമെങ്കിലും വേർതിരിക്കുന്നുണ്ടോ? ദൈവവചനം തുറന്നു വെച്ച് ആ വചനം ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് ദൈവത്തോട് സംസാരിക്കാനായിട്ട് നമുക്ക് താല്പര്യം, ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മൾ ഒട്ടും സമയം അനുവദിക്കാറില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതൊരു വലിയ കുറവായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ദൈവം യഹൂദയെ കുറിച്ച് ഉള്ള കംപ്ലൈന്റ് ഇവിടെ പറയുന്നു. നമുക്കും ചെവി ഓർത്ത് നോക്കാം. കാരണം തിരുവചനം എന്ന് പറയുന്നത് കണ്ണാടിയാണ്. ഈ കണ്ണാടിയിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ കുറവ് നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ അതിന് സമയം മെനക്കെടുത്താറില്ല. കർത്താവിന് എന്നെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നല്ല, കംപ്ലൈന്റ് ഉണ്ടോ അത് വേറെ കാര്യം. പക്ഷെ അതെങ്ങനെ അറിയുന്നത്? വചനത്തിലേക്ക് നോക്കുവാനായിട്ട് കഴിയണം. വചനമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് കണ്ടുപിടിക്കുവാൻ, മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ അതിന്റെ 10 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നോക്കുന്ന സമയത്ത് മതപരവും ധാർമ്മികവുമായിട്ടുള്ള അഴിമതിയെ കുറിച്ച് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വായിക്കാനുള്ള ടൈം എല്ലാം ഒന്നും പറയാനുള്ള ഇതില്ലാത്തത് കൊണ്ട് അവരുടെ ആരാധനയെ വിമർശിക്കുക. അവരെന്താ നമുക്ക് കാണാനായിട്ട് 10 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അവരവിടെ പറഞ്ഞു, നിങ്ങൾ ഹനനയാഗങ്ങൾ കൊണ്ടുവരുന്നു അല്ലെ, നിങ്ങള് കാളകളെ അറക്കുന്നു, കുഞ്ഞാടുകളെ അറക്കുന്നു, എന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു, ധൂപം നിങ്ങൾ അർപ്പിക്കുന്നു. എനിക്കിതെല്ലാം വെറുപ്പാണ് പറയുന്നത്.
നിങ്ങളുടെ ശബത്തും നിങ്ങളുടെ സഭായോഗവും എല്ലാം വെറുപ്പാണെന്ന് പറയുന്നത്. ഞാനിതെല്ലാം സഹിച്ചങ്ങ് മുഷിഞ്ഞിരിക്കും. നിങ്ങൾ കൈമലർത്തുമ്പോൾ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കണം. ദൈവത്തെ ഉപേക്ഷിച്ചും ദൈവത്തോട് മത്സരിച്ചും മറുതലിച്ചും പോയിരിക്കുന്നതായിട്ടുള്ള ഒരു ജനം ദൈവത്തെ മനസ്സുകൊണ്ട് അകന്നിരിക്കുകയാണ്. ഒരു നേർച്ച പോലെ, ഒരാചാരം പോലെ, ഒരു കർമ്മം പോലെ. ഇവരുടെ ചിന്ത എന്താണെന്നറിയാമോ? ഇവിടെ ചില കർമ്മങ്ങൾ നടത്തിയാൽ, ഞങ്ങൾ എത്ര കുഴപ്പക്കാരായിരുന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, കർമ്മങ്ങൾ നടത്തിയാൽ അവരുടെ കർമ്മം എന്താ? യാഗങ്ങളാണ്. യാഗങ്ങളും വഴിപാടുകളും നടത്തി കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്നുള്ളതായ ഒരു ചിന്തയാണ്. എന്നിട്ട് തോന്നിയതുപോലെ ജീവിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് പറ്റത്തില്ല. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ടും എന്നോട് മത്സരിച്ചിട്ടും സകല കൊള്ളിക്കരുതാഴിക കാണിച്ചിട്ട് വന്നിട്ട് ചില കർമ്മങ്ങൾ, അല്ലെ, നമുക്ക് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യാറുള്ള ഒരുപാട് ക്രിസ്തീയ സഭകളിൽ നിലനിൽക്കുന്ന ഒരുപാട് കർമാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഈ കർമ്മങ്ങൾ നടത്തി കഴിഞ്ഞാൽ സേഫായി എന്നുള്ള ചിന്തയാണ്. ദൈവമക്കളെ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കണം. അപ്പൊ ഇനി നമ്മൾ പറയും യെശയ്യാവ് അന്ന് യഹൂദന്മാർക്ക് പറഞ്ഞ കാര്യമല്ല, അത് നമുക്കിന്ന് പ്രാക്ടിക്കൽ അല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കിന്ന് നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന്. അല്ല, നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യം തന്നെയാണ്. വിഗ്രഹാരാധനയെ കുറിച്ച് അന്ന് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയല്ലേ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഇത് ആരെ ബാധിക്കുന്ന? ചുരുക്കം പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന എന്താ? നമ്മുടെ ചിന്താഗതി എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വഴിപാടും കുറച്ച് കർമാചാരങ്ങളും കുറച്ച് പെരുന്നാളുകളും അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അമാവാസി പെരുന്നാളും അതും ഇതും ഒന്നും എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഇങ്ങനെയുള്ള പെരുന്നാളുകളിൽ കൊണ്ടും കർമാചാരങ്ങൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നാം വ്യാമോഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ വൻ പരാജയമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിട്ട് തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് കർമാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും നടത്തിയാൽ ദൈവം പ്രസാദിക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ധൂപം കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ ശബത്ത് എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. വലിയ ഒരു വാണിംഗാണ് അതെന്നുള്ളത് ഓർത്തുകൊള്ളും. ഇന്നും നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതം എപ്രകാരമാണ്, ദൈവത്തിന് പ്രസാദകരമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളെ ദൈവത്തിന്റെ മനസ്സിലെ ഓർമ്മിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പൊ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമാണ്. എന്റെ വാക്ക്, എന്റെ നടപ്പ്, എന്റെ ചിന്ത, എന്റെ ഹൃദയവിചാരങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് ചിന്തിക്കുവാനായിട്ടുള്ളൊരു അവസരമാണ്. ഈ അശുദ്ധ വിചാരങ്ങൾ കൊണ്ടും അശുദ്ധ ജീവിതം കൊണ്ടും ഒരാഴ്ച മുഴുവനും നടന്നിട്ട് ഞായറാഴ്ച വിശുദ്ധ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് ആരാധിച്ചു കഴിയുമ്പോഴേക്കും എന്റെ പാപം മുഴുവനും കഴുകി കളയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കുവാനായിട്ട് കഴിയത്തില്ലെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കാരണം ദൈവത്തെ മറുതലിച്ചുള്ള ജീവിതം, ദൈവത്തെ ചോദ്യം ചെയ്തുള്ള ജീവിതം, ദൈവത്തിൽ നിന്ന് ഉപേക്ഷിച്ചുള്ളതായ ജീവിതമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ദൈവത്തോട് അടുത്തു വരുവാനായിട്ടുള്ളതായ താല്പര്യമില്ലായ്മ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, തുടർന്നുള്ള വാക്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നത്, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തി ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ. എന്നിട്ട് പറയുക, നിങ്ങളുടെ എത്ര കടുചുവപ്പായിരുന്നു കഴിഞ്ഞാൽ ഞാൻ വെളുപ്പിക്കാം, പക്ഷെ വരണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ വരണം. നിങ്ങളെ കഴുകണം, നിങ്ങളെ ശുദ്ധീകരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ നിങ്ങളുടെ പാപത്തെ വെളുപ്പിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളു. മത്സരിയായ മനുഷ്യന്റെ പാപപരിഹാരത്തിനുള്ളതായ ഏകമാർഗം സർവശക്തനായിട്ടുള്ള ദൈവം സൗജന്യമായിട്ട് രക്ഷ നൽകുന്നു, അവൻ ക്ഷമിക്കുന്നു എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് മനുഷ്യന്റെ കർമാചാരങ്ങൾ മൂലമായിട്ട് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഇവിടെ കാണിച്ചു തരികയാണ്. ഇനി എല്ലാം ഒന്നും പറയുവാനുള്ള സമയമുണ്ട്, എന്റെ സമയം അവസാനിക്കുകയും ചെയ്യണം. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് യഹോവയുടെ മുള, ദ ബ്രാഞ്ച് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം വരുന്നുണ്ട്. ഇസ്രായേലിനെ നീതിയോടെ ഭരിക്കുവാനായിട്ട് ദാവീദിന്റെ വംശത്തിൽ നിന്ന് പുറപ്പെടുന്ന ഭരണകർത്താവിനെ സൂചിപ്പിക്കുന്നതാണ് അവിടെ 4 ബ്രാഞ്ചുകളെ കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഈ 4ഉം കർത്താവായ യേശുക്രിസ്തുവിനെ പരാമർശിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. ഒന്ന്, 2-ാമത്തെ വാക്യത്തിൽ, അതായത് 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വരുന്ന ബ്രാഞ്ച് ഓഫ് ദ ലോർഡ്, യഹോവയുടെ മുള എന്നുള്ള അർത്ഥത്തിൽ
കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ളതായ ഇമ്മാനുവേൽ എന്ന പദവിയിലുള്ളതായ ക്രിസ്തുവിന്റെ മഹത്വം അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ 11:1 വരുന്നാട്ടുള്ള സമയത്ത് ബ്രാഞ്ച് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ മുള എന്നുള്ളതായ നിലയിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുന്നതായിട്ടുള്ളതായ യേശു കർത്താവിനെ കുറിച്ച് കാണിക്കുന്നു. മൂന്നാമതായിട്ട് സഖറിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പരാമർശിക്കുന്ന യഹോവയുടെ ദാസനായ മുള, സെർവന്റ് ദ ബ്രാഞ്ച് എന്നവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നാലാമതായിട്ട് സഖറിയ 6:12 മുള എന്ന പേരുള്ള മനുഷ്യൻ, മാൻ ഹൂസ് നെയിം ഈസ് ബ്രാഞ്ച്. അപ്പൊ 4 ഭാഗങ്ങളില് യഹോവയുടെ ദാസനാകുന്നതായ മുള, ദാവീദിന്റെ മുള, അല്ലെങ്കിൽ യഹോവയുടെ മുള എന്ന പേരുള്ള മനുഷ്യൻ, ഇവിടെ കൂടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ കാണിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം ക്രിസ്തുവിനെ ദാവീദിന്റെ മുളയായിട്ട് കാണിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം യഹോവയുടെ ദാസനായ മുളയായിട്ട് കാണിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മുള എന്ന പേരുള്ള മനുഷ്യനായിട്ട് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ മുളയായി യേശു ക്രിസ്തുവിനെ, ദ ബ്രാഞ്ച് ഓഫ് ലോർഡ്, യേശു ക്രിസ്തുവിനെ അവിടെ വരച്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് ഈ അധ്യായങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് ഇസ്രായേലിനെ ന്യായവിധിയിലേക്ക് നയിച്ചതായിട്ടുള്ളതായ 6 പാപങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം 6-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണല്ലോ ഉയർന്ന ഭൂമിയുമുള്ളതായ സിംഹാസനത്തില് ദൈവം ഇരിക്കുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ തേജസ് ദർശിക്കുന്നതായിട്ടുള്ള ഒരു അവസരം 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവിന് ഉണ്ടാവുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നു. 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് 4 പ്രധാനപ്പെട്ട പേരുകളിൽ യേശു ക്രിസ്തു അറിയപ്പെടുന്നു. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നുള്ളതായ 4 പേരുകൾ യേശു ക്രിസ്തുവിനെ അവിടെ നൽകപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീടുള്ള പ്രധാനപ്പെട്ടതായ അധ്യായം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചു, യെശയ്യാ പ്രവാചകന്റെ 53-ാമത്തെ അധ്യായം. ചെറിയൊരു അധ്യായമാണ്. ഈ 53-ാമത്തെ അധ്യായത്തിലാണ് യേശു ക്രിസ്തു അനുഭവിക്കുന്നതായിട്ടുള്ള പീഡകളുടെ കണക്കുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ അധ്യായത്തെ തന്നെ 4 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഭാഗങ്ങളായിട്ട് ആ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പുസ്തകമാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. 53-ാമത്തെ അധ്യായത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് കമ്പിവാചകങ്ങൾ എന്ന് പറയാം. 1, തിരസ്കരിക്കപ്പെട്ടതായ യഹോവയുടെ ദാസൻ, 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളില് തിരസ്കരിക്കപ്പെട്ടതായ യഹോവയുടെ ദാസൻ. 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളില് പാപികൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ദാസൻ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിനെ, പാപികൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ദാസൻ എന്നുള്ള നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. അതുപോലെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പ്രായച്ചിത്തയാഗമായി തീർന്നതായിട്ടുള്ള ദാസൻ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിനെ 53-ാമത്തെ അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പൂർണ്ണ തൃപ്തനായ യഹോവയുടെ ദാസൻ, അതായത് തന്റെ ക്രൂശ് മരണത്തിൽ കൂടെ സംഭവിച്ചതായിട്ടുള്ള തന്റെ പ്രയത്ന ഫലം കണ്ട് സന്തോഷിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് 65, 66-ാമത്തെ അധ്യായങ്ങളിലേക്കൊക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് നിത്യതയെക്കുറിച്ചും പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ചുള്ളതായ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഈ 2-3 ക്ലാസ്സുകളിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഈ 2-3 ക്ലാസ്സുകളിൽ കൂടെ വെറും ഒരു സംക്ഷിപ്ത വിവരണം മാത്രമാണ് തന്നിരിക്കുന്നത്. ഈ സംക്ഷിപ്ത വിവരണത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പുസ്തകം പഠിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ആമുഖം അല്ലെങ്കിൽ ഈ ഒരു ഓവർവ്യൂ നമുക്കെല്ലാം ഈ പ്രവചന പുസ്തകം പഠിക്കുന്നതിന് ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.